നമസ്കാരം. ഈ രാജ്യവിരുദ്ധത അല്ലെങ്കിൽ ഈ രാജ്യദ്രോഹപരമായിട്ടുള്ള ചിന്തകൾ അടിസ്ഥാനമായിട്ടുള്ള ചിന്തകളായിട്ട് തന്നെ നമ്മുടെ മനസ്സിലുള്ള ചിന്തകളുടെ എല്ലാം അടിസ്ഥാനം പാകുന്ന ചില വികാരങ്ങളുണ്ടാകുമല്ലോ. അത്തരത്തിലൊരു അടിസ്ഥാനമായിട്ട് തന്നെ ഒരു മനുഷ്യൻ്റെ, ഒരു വ്യക്തിയുടെ, ഭാരതീയരുടെ കാര്യമാണ് പറയുന്നത്, ആ വ്യക്തിയുടെ മനസ്സിൽ പാകുന്നത് എന്താണ്? ഭാരതീയരെന്ന് ഞാൻ പറയുമ്പോൾ ഭാരതത്തിൻ്റെ പൗരന്മാരായിട്ട് ജീവിക്കുന്ന, ഭാരതത്തിൻ്റെ പാസ്പോർട്ടും മറ്റ് ആധാർ കാർഡും ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ രേഖകളുമായി ഭാരതം ഒരു രാഷ്ട്രമെന്നുള്ള രീതിയിൽ, രാജ്യമെന്നുള്ള രീതിയിൽ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ജീവിക്കുന്ന വ്യക്തികളുടെ ഉള്ളിൽ ഈ ഒരു രാജ്യദ്രോഹപരമായിട്ടുള്ള ചിന്തകളോ അല്ലെങ്കിൽ ഈ ഒരു രാജ്യവിരുദ്ധതയോ പാകുന്നത് എന്താണ്? അതിൻ്റെ ഒരു അടിസ്ഥാന ചിന്തകൾ പാകുന്നത് എവിടെ നിന്നാണ്? അല്ലെങ്കിൽ ആ ഒരു തത്വശാസ്ത്രം എന്താണ്? എൻ്റെ ഒരു ലോകപരിചയം വെച്ചും എൻ്റെ ഒരു ഇത്രയും കാലത്തുള്ള ജീവിതത്തിനിടയിൽ ഞാൻ കണ്ടിട്ടുള്ള വ്യക്തികളുടെ പെരുമാറ്റങ്ങളും അവരുടെ സ്വഭാവങ്ങളും അവരുടെ സമൂഹത്തിലുള്ള ഇടപെടലുകളും വെച്ചുള്ള എളിയ തിരിച്ചറിവിൽ ഞാൻ മനസ്സിലാക്കിയത് തത്വശാസ്ത്രങ്ങളാണ്. അത്തരത്തിൽ തന്നെ പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്ന രണ്ട് തത്വശാസ്ത്രങ്ങൾ ഇന്ന് ഭാരതത്തിന് ഒരു പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ തത്വശാസ്ത്രങ്ങൾ പ്രശ്നമാകുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അങ്ങനെയല്ല എന്ന തത്വശാസ്ത്രത്തിൻ്റെ പ്രചാരകന്മാരും പ്രവാചകന്മാരും വാദിക്കുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണേണ്ടത് അവർ തന്നെയാണ്. ആ വിഷയത്തിലേക്ക് വരാം നമുക്ക്. ഈ രണ്ട് തത്വശാസ്ത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സെമറ്റിക് മതങ്ങൾ, അതിൽ പ്രത്യേകമായി ഇസ്ലാം. ഇന്നത്തെ കാലത്ത് ഭീകരവാദത്തെ ഇസ്ലാം അടിസ്ഥാനപരമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മതപണ്ഡിതന്മാരാണ് അതിന് ഉത്തരം പറയേണ്ടത്. പക്ഷേ പ്രായോഗിക തലത്തിൽ ഇസ്ലാമിനെ നാം നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതിന് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭീകരവാദത്തെ അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തേത് കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് തത്വശാസ്ത്ര ചിന്തകളാണ്. കമ്മ്യൂണിസ്റ്റ് ചിന്താധരണി എന്ന് ഞാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ചിന്താധാര എന്ന് ഞാൻ പറയുമ്പോൾ CPIM മാത്രമല്ല, അടിസ്ഥാനപരമായിട്ട് ഇടതുപക്ഷ ചിന്താഗതി. ഈ രണ്ട് തത്വശാസ്ത്രങ്ങളാണ് ഒരു വ്യക്തിയെ രാജ്യവിരുദ്ധനും രാജ്യദ്രോഹികളുമാക്കുന്നത് എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. അത് പറയുവാനുള്ള പ്രധാന കാരണം, ഈ കഴിഞ്ഞ ദിവസം രഞ്ജിത്ത് രവീന്ദ്രൻ എന്നൊരു ഫേസ്ബുക്ക് ID, അദ്ദേഹം ഒരു വ്ളോഗറാണ്, ഡിജിറ്റൽ കണ്ടൻറ് ക്രിയേറ്ററാണ്, സാമൂഹ്യ മാധ്യമങ്ങളിലെത്തി സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ഇടപെടലുകൾ നടത്തുന്ന, രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും ഇടപെടലുകൾ നടത്തുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു ഡിജിറ്റൽ കണ്ടൻറ് ക്രിയേറ്ററുമാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ വന്നൊരു പോസ്റ്റിൽ നിന്നാണ് ഈ ഒരു ചിന്ത വീണ്ടും ഉയർന്നു വന്നത്. ഒരു മുഹമ്മദ് ഷിനു എന്നൊരു വ്യക്തിയെക്കുറിച്ചാണ്, ഒരു വ്ളോഗറാണ്. അടിസ്ഥാനപരമായിട്ട് തെറ്റായ വിവരങ്ങൾ കൊണ്ട് ഭാരതത്തിനെ അപമാനിക്കുക എന്നുള്ള ഒരു രീതി പിന്തുടർന്നു വരുന്ന ട്രെൻഡ് മോജോ എന്നൊരു ഐഡിയിൽ മുഹമ്മദ് ഷിനു എന്ന വ്യക്തി ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ഏറ്റവും ഒടുവിൽ ചെയ്ത കാര്യം, ഒരു സുമീൻ എന്നൊരു കൊറിയൻ ബ്ലോഗറുണ്ട്. ആ വ്യക്തി, ആ യുവതി ഗർഭിണിയുടെ വേഷം കെട്ടി ബംഗ്ലാദേശിൽ തെരുവുകളിൽ നടന്നപ്പോൾ അവർക്ക് നേരിടേണ്ടി വന്ന ശല്യത്തെക്കുറിച്ച് അവരൊരു വീഡിയോ ചെയ്തിരുന്നു. അത് എടുത്ത് ഇത് ഭാരതത്തിലാണ് നടന്നത് എന്ന രീതിയിൽ ഈ മുഹമ്മദ് ഷിനു എന്ന വ്യക്തി പ്രചരിപ്പിച്ചു. അതിനോടൊപ്പം തന്നെ ഇതേ സുമീൻ എന്ന ഈ വ്യക്തി, കൊറിയൻ വ്ളോഗർ, ഭാരതത്തിൽ വന്നപ്പോൾ ഹോളി ആഘോഷത്തിനിടയിൽ വളരെ ആവേശത്തോടു കൂടി പങ്കെടുക്കുന്ന ഒരു വീഡിയോയും ഉണ്ടായിരുന്നു. ഇത് രണ്ടും ചേർത്താണ് ഈ വ്യക്തി ഭാരതത്തിനെതിരെ ഈ കൊറിയൻ വ്ളോഗർ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ പുറത്തിറക്കിയത്. ഈ വ്യക്തി ഇത് ആദ്യമായിട്ടല്ല ചെയ്യുന്നത്. മുൻപും ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ നിരവധി അദ്ദേഹത്തിൻ്റെ പ്ലാറ്റ്ഫോമിലൂടെ അദ്ദേഹം പുറത്തുവിടുന്നുണ്ട്, നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ആദ്യത്തെ സംഭവമല്ല ഈ വ്യക്തിയെ സംബന്ധിച്ച്. ഈ വ്യക്തി ഒരൊറ്റപ്പെട്ട ഒരു പ്രതിഭാസവുമല്ല. മുൻപ് CAA വിരുദ്ധ സമരങ്ങൾ നടക്കുന്ന സമയത്ത് കൂണുപോലെ മുളച്ചു വരുന്ന ക്യാപിറ്റൽ, ദി അൾട്ടിമേറ്റ് ക്യാപിറ്റൽ, ദ സിറ്റിസൺ തുടങ്ങിയ ഞാൻ പല പേരുകൾ ഓർമ്മകളിൽ നിന്ന് പറയുന്നതാണ്. കാസർഗോഡ് നിന്നും എല്ലാം പൊട്ടിമുളച്ച യൂട്യൂബ് ചാനലുകളിൽ അമിത്ഷായ്ക്കിടയ്ക്കൊരു ഡയബറ്റീസിൻ്റെ അസുഖം വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരം ഒന്ന് ക്ഷീണിച്ചിരുന്നു. അമിത്ഷായ്ക്ക് ക്യാൻസറാണ്, ഉടനെ തന്നെ മരണപ്പെടും തുടങ്ങിയ വാർത്തകൾ ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ഒരു ആഗ്രഹമായിരിക്കാം. തന്നെയുമല്ല, രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുവാനായിട്ട് ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമ മണ്ഡലങ്ങൾ അവർ നിരന്തരം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്നുള്ളത് മതം മാത്രമാണ്. കാരണം ആ മതത്തിൽ നിന്ന് ഉദ്ഭവിച്ച ഒരു ഹിന്ദു വിരോധം പുരോഗമിച്ച് രാഷ്ട്രവിരോധമായി അതിനെ മോദി വിരോധം എന്നുള്ളൊരു മറ, അല്ലെങ്കിൽ RSS വിരോധം എന്നുള്ളൊരു മുഖം മൂടി അണിയിപ്പിച്ച്
ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുക എന്നതിന് പ്രേരിപ്പിക്കുന്നത് ഈ ഒരു അടിസ്ഥാന തത്വശാസ്ത്രമാണ്. അത് വരുന്നത് മതത്തിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ തെറ്റായ മതപഠനത്തിൽ നിന്നോ ഇതിലേതാണ് എന്ന് വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് അതിനെ തിരുത്തേണ്ടത്. ഈ മൂന്നാമത്തെ നടപടി എടുത്തില്ലെങ്കിൽ ഈ വ്യാഖ്യാനവും വിശദീകരണവും കൊണ്ട് കാര്യമില്ലാതെ വരും. ഈ തിരുത്തൽ നടപടിയും ഇത്രയുമെല്ലാം വ്യാഖ്യാനവും വിശകലനവും തിരുത്തൽ നടപടിയും കൈക്കൊള്ളേണ്ടത് മതാചാര്യന്മാരാണ്, മതപണ്ഡിതന്മാരാണ്. ആ മതത്തിൻ്റെ സമൂഹത്തിൽ ഉൾപ്പെട്ട് സമാധാനത്തോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരാണ്. ഇനി കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രത്തിലേക്ക് വന്നാൽ അതിനുമുണ്ടൊരു ഉദാഹരണം. ഏറ്റവും പുതിയ തരത്തിൽ തരുൺ ഗൗതം എന്നൊരു ഐ ഡി. ആ ഐ ഡി ഇതേപോലെ തന്നെ ബംഗ്ലാദേശിലെ ഒരു കടക്കാരൻ ഒരു വിദേശീയ യുവതിയെ ഉപദ്രവിക്കുവാനും രഹസ്യമായി അവരുടെ നീക്കങ്ങൾ റെക്കോർഡ് ചെയ്യാനും ഒക്കെയായിട്ട് ഒളി ക്യാമറ വെച്ചത് പിടിക്കപ്പെട്ടപ്പോൾ കാല് തൊട്ട് മാപ്പ് പറയുന്ന ഒരു വീഡിയോ എടുത്ത് ഈ തരുൺ ഗൗതം ചെയ്തത് ഇന്ത്യക്കാരാണ് ഇത് ചെയ്തത് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. യഥാർത്ഥ ഇപ്പോഴുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു ഗുണം അതാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് ശ്രമിച്ചാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരുവാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ യാഥാർത്ഥ്യം പുറത്തു വന്നു. പക്ഷേ സമാനമായൊരു പ്രവർത്തന രീതി ഈ ഇടതുപക്ഷ ചിന്താഗതിയിലും ഇസ്ലാമിക ചിന്താഗതിയിലും കാണുന്നത് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പിടിക്കപ്പെട്ടാലും പൊളിച്ചടുക്കപ്പെട്ടാലും അവർ മാപ്പ് പറയുകയോ അത് തിരുത്തുകയോ ചെയ്യാതെ അടുത്ത വ്യാജ വാർത്തകളിലേക്ക് പോകും. അത് ഈ തത്വശാസ്ത്രം നൽകുന്ന ഒരു വെറുപ്പിൻ്റെ ഒരു ഊർജം മാത്രമാണ് അവരെ അത് മുന്നോട്ട് നയിക്കുന്നതെന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യക്തികൾ ഒറ്റപ്പെട്ട പ്രതിഭാസങ്ങളല്ല. മുഹമ്മദ് ഷിനു, തരുൺ ഗൗതമും മറ്റ് ഇടതുപക്ഷ ചിന്താഗതിക്കാരും തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരും. തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരെന്ന് ഞാൻ പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെയുള്ള എൻ്റെ എളിയ ലോകപരിചയത്തിൽ സമാധാനമായി ഭൂമിയിൽ ജീവിച്ച് മരിച്ച് സന്തോഷത്തോടുകൂടി ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകണമെന്ന ധാരണയോടുകൂടിയും ആഗ്രഹത്തോടുകൂടിയും ജീവിക്കുന്ന നിരവധി മുസ്ലിങ്ങളുണ്ട്. ഇസ്ലാമിസ്റ്റുകളല്ല, മുസ്ലിങ്ങളുണ്ട്. അവരെ പ്രതിയാണ് ഞാൻ തീവ്ര ഇസ്ലാം എന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം വ്യക്തിപരമായിട്ട് ഈ ഇസ്ലാമിക ചിന്താധാര തന്നെ തീവ്രത മാത്രമേ അതിലുള്ളൂ, ഒരു ഭീകരവാദത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു തീവ്രത മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. ഇടതുപക്ഷ ചിന്താഗതിയെ സംബന്ധിച്ച് അത് ലോകത്തെ ഏറ്റവും ദുഷിച്ച ഒരു ചിന്താധാരയാണ് എന്നുള്ളൊരു ധാരണ തന്നെയാണ് ഞാൻ വെച്ച് പുലർത്തുന്നത്. അതിന് വേറെ ക്യാവിയാറ്റ്സ് ഒന്നുമില്ല, അല്ലെങ്കിൽ അതിന് വേറെ എന്താ പറയുക സ്റ്റാർ ഇട്ടിട്ട് കണ്ടീഷൻ സപ്ലൈ ഒന്നുമില്ല. നേരിട്ട് തന്നെ അത് തന്നെയാണ്. കാരണം ഇടതുപക്ഷ ചിന്താധാരയിലേക്ക് ചെന്ന് പതിക്കുന്ന ഏതൊരു വ്യക്തിയും നന്മ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും നന്മ മുങ്ങിത്തപ്പി എടുത്തുകൊണ്ട് അതിൽ നിന്ന് പുറത്തു വന്ന ചരിത്രമേ ഇല്ല. അതിൻ്റെ ഒരു ഭയാനകത മനസ്സിലാക്കി അതിൻ്റെ ഒരു ദുഷിപ്പ് മനസ്സിലാക്കി പുറത്തു വരിക എന്നുള്ളത് മാത്രമേ അതിൽ നിന്ന് പുറത്തു വരുന്ന ഒരാളെ കൊണ്ട് സംഭവ്യമായൊരു ചുവടുവെപ്പുള്ളൂ. കാരണം അതിൽ നിന്ന് അത്തരത്തിലൊരു ചിന്താഗതിയിൽ നിന്ന് പുറത്തു വന്നൊരു വ്യക്തിയാണ് ഞാൻ. അനുഭവസ്ഥനാണ്, സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഒരു കാലത്ത് തീവ്ര ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്നു ഞാൻ. അടിസ്ഥാനപരമായിട്ട് വിപ്ലവത്തിന് ചുവപ്പ് പോരാ എന്നുള്ളൊരു മസിൽ പിടുത്തമുണ്ടല്ലോ, അതുമായി നടന്നിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അതിൽ നിന്ന് നന്മകളൊന്നും എടുക്കാനില്ല. ഇസ്ലാമിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് നന്മകൾ ചിലതെങ്കിലും എടുക്കാം. അതായത് ഇപ്പോഴത്തെ മതത്തിൻ്റെ തത്വശാസ്ത്രത്തിനുള്ളിൽ നിന്ന് ഒന്നോ രണ്ടോ കാര്യങ്ങൾ പെറുക്കിയെടുത്ത് ഇതാണ് ഞങ്ങളുടെ മതമെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുവാനുള്ള ചില കാര്യങ്ങളെങ്കിലും അതിനുള്ളിൽ പിൽക്കാലത്തെങ്കിലും കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ പിന്തുടരാം. പക്ഷേ അതിൻ്റെ 98 മറ്റ് ആശയങ്ങൾ അതിനെ തിരുത്തണമോ തള്ളിക്കളയണമോ അതോ അതുമായി തന്നെ തുടർന്ന് ഇത്തരത്തിലുള്ളൊരു ആശയമാണ് ഞങ്ങളുടേതെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകണമോ എന്ന് ചിന്തിക്കേണ്ടതും തീരുമാനിക്കേണ്ടതും ഇസ്ലാമിക സമൂഹവും ആ സമൂഹത്തിലെ പണ്ഡിതന്മാരെന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗവുമാണ്. അതുകൊണ്ട് തന്നെ തിരിച്ച് നമുക്ക് ഈ വ്യക്തികളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഈ രാജ്യവിരുദ്ധത എന്നുള്ളത് ഈ മുഹമ്മദ് ഷിനുവിനെ ഇപ്പോൾ പരാതിപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടിക്ക് വിധേയനാക്കിയാൽ, ഈ തരുൺ ഗൗതമിനെ അത്തരത്തിലൊരു നിയമ നടപടിക്ക് വിധേയനാക്കിയാൽ ഇത് അവസാനിക്കുമോ? ഇല്ല. ഈ ഒരു തത്വശാസ്ത്രമെന്ന് പറയുന്നത് പോലും അബദ്ധമാണ്. ഈ ഒരു ആശയധാരയെ തന്നെ ഒരു തരത്തിൽ തിരുത്തുകയോ അല്ലെങ്കിൽ തിരുത്തിക്കുകയോ ചെയ്യാതെ ഇതിനൊരവസാനം ഉണ്ടാവുകയില്ല. ഈ രാജ്യവിരുദ്ധതകൾ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഈ വിഷയം ഇന്ന് പ്രേക്ഷകരുടെ മുൻപിൽ അവതരിപ്പിച്ചത് കാരണം ഈ മുഹമ്മദ് ഷിനുവും തരുൺ ഗൗതമും ഒറ്റപ്പെട്ട പ്രതിഭാസങ്ങളല്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. ഇത്തരത്തിലുള്ള നിരവധി പ്രതിഭാസങ്ങളെ കൺമുൻപിൽ കാണുമ്പോൾ, കാരണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നാം ദൈനംദിനം സഞ്ചരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ കാണാതെ കടന്നു പോവുക എന്നുള്ളത് പ്രായോഗികമല്ല, താരതമ്യേന അസാധ്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ നാം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വെർച്വലായിട്ടാണെങ്കിൽ പോലും
പലപ്പോഴും നമ്മുടെ രക്തം തിളയ്ക്കാറുണ്ട്. അങ്ങനെ രക്തം തിളച്ചതുകൊണ്ട് നമുക്ക് ആകെ ചെയ്യുവാൻ സാധിക്കുക, നമ്മൾ ചാരുകസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഇതിനെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചാൽ ആകെ ചെയ്യുവാൻ സാധിക്കുക ഈ വ്യക്തിക്കെതിരെ ഒരു പരാതി നൽകുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പരാതി നൽകുക തന്നെ വേണം, നൽകണ്ട എന്നല്ല പറയുന്നത്. പരാതി നൽകുക എന്നുള്ളത് പക്ഷേ ആദ്യ ചുവട് മാത്രമാണ്. അടുത്തത് നാം തീരുമാനിക്കേണ്ടത് ഇതിനെതിരെ നമ്മുടെ പ്രതികരണം എങ്ങനെ വരണമെന്നുള്ളതാണ്. ഇതിന് അസഭ്യം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിയുടെ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളെ സ്മരിച്ചതുകൊണ്ടോ അത്തരത്തിലൊന്നും ഈ പ്രക്രിയ അല്ലെങ്കിൽ ഇത്തരം പ്രതിഭാസം അവസാനിക്കുവാൻ പോകുന്നില്ല. ഇതിനെതിരെ കൃത്യമായിട്ട് ആശയപരമായിട്ട് ഇതിനെ തുറന്നു കാണിച്ച് ഇന്നതാണ് പ്രശ്നം, ഇതിൻ്റെ പിന്നിലുള്ള കാരണം ഇന്നതാണ് എന്ന് ശക്തമായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമാണ് ഒരു തിരുത്തലിന് അവർ തയ്യാറാകുവാൻ ഏതെങ്കിലും സാധ്യത തുറക്കുവാനുള്ള ഏക സാധ്യത. പറഞ്ഞത് വ്യക്തമായി എന്ന് കരുതുന്നു. കാരണം ഇതാണ് എൻ്റെ ഒരു ആശയധാര. കാരണം ഇത്തരത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിനൊരു പ്രതിരോധം തീർക്കുവാനോ അല്ലെങ്കിൽ പരിഹാരം കാണുവാനോ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളെ എങ്ങനെ നേരിടണം അല്ലെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്നല്ല ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. അത്തരത്തിലുള്ള കൂടുതൽ ആശയങ്ങൾ സ്വീകരിക്കാനോ അല്ലെങ്കിൽ അറിയുവാനോ, അത്തരത്തിലുള്ള ആശയങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടോ എന്ന് അറിയുവാനോ കൂടി വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വിഷയം കയ്യിലെടുത്തത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആശയങ്ങൾ, ഇതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങളെല്ലാം തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. കാരണം ഈ വിഷയത്തിൽ സംവാദങ്ങൾ തുടരേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇത്തരത്തിലുള്ള സംവാദങ്ങളിലൂടെ മാത്രമേ ഈ ആശയങ്ങളുടെ ഉള്ളിലുള്ള ദുഷിപ്പ് സമൂഹത്തിൻ്റെ മുൻപിൽ തുറന്നു കാണിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കമൻറ്റുകളിലൂടെ തീർച്ചയായും നിങ്ങളുടെ ആശയങ്ങളും പ്രതികരണങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.